കുവൈറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരുൾപ്പെടെ 8 പേർ കസ്റ്റഡിയിലായ വാർത്തകൾ പുറത്തുവരികയാണ്. കുവൈറ്റിൽ അഹമ്മദി ഗവർണറേറ്റിൽ 46 ഇന്ത്യക്കാർ ഉൾപ്പെടെ 50 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ 3 ഇന്ത്യക്കാരും 4 ഈജിപ്തുകാരും ഒരു കുവൈറ്റ് പൗരനും കസ്റ്റഡിയിലായെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കസ്റ്റഡിയിലെടുത്തവരെ 2 ആഴ്ചത്തേക്ക് തടവിൽ വയ്ക്കാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇവരുടെ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇവർക്കെതിരെ നരഹത്യ, അശ്രദ്ധ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതേസമയം കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജബർ അൽ സബാഹിന്റെ ഉത്തരവനുസരിച്ച് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് $15,000 അതായത് 12.5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന വിവരങ്ങളും അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല അതത് രാജ്യത്തെ എംബസികൾക്കാകും ഈ പണം കൈമാറുന്നത്. മരിച്ച 50 പേരിൽ 46 പേർ ഇന്ത്യക്കാരും മറ്റ് 3 പേർ ഫിലിപ്പീൻസുകാരുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ഒരാൾ ഏത് രാജ്യക്കാരനാണെന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം സംഭവത്തിൽ കുവൈറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് വലിയ രീതിയിൽ തീ പടരാനുള്ള കാരണം കണ്ടെത്താനാണ് ഇപ്പോൾ അന്വേഷണം എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ജൂൺ 12-നാണ് മഖഫ് നഗരത്തിലെ 6 നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. അതിന്റെ കാരണം തന്നെ താഴത്തെ നിലയിലെ ഗാർഡ് റൂമിലുണ്ടായ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് എന്നാണ് കണ്ടെത്തിയതും. 196 തൊഴിലാളികളാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്. ഇതിൽ കൂടുതലും ഇന്ത്യക്കാരാണ്. അതേസമയം കുവൈറ്റിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ്. കുവൈറ്റിൽ തന്നെ നിയമവിരുദ്ധ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരെ പിടികൂടിയാൽ 4 ദിവസത്തിനകം തന്നെ ഇവരെ നാട് കടത്തുമെന്ന മുന്നറിയിപ്പ് കൂടി കുവൈറ്റ് ഇപ്പോൾ പുറത്തുവിടുകയാണ്. കെട്ടിട നിയമങ്ങൾ പാലിക്കാത്ത താമസ കേന്ദ്രങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കുകയാണ് കുവൈറ്റ് സർക്കാർ. മലയാളികൾ ഉൾപ്പെടെ 50 പേരുടെ മരണത്തിന് ഇടയാക്കിയ അൽ മഖഫ് തീപിടുത്തത്തെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു മുന്നറിയിപ്പുമായി കുവൈറ്റ് രംഗത്തെത്തുന്നത്. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരെ കണ്ടെത്തിയാൽ തൊഴിലാളികളാണെങ്കിൽ പോലും 3-4 ദിവസത്തിനുള്ളിൽ കുവൈറ്റിൽ നിന്ന് നാട് കടത്തുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ നിയമവിരുദ്ധ താമസ കേന്ദ്രങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന തൊഴിലാളികൾക്കായി പുതിയ അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കില്ലെന്നും അധികൃതർ അറിയിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള അഭയ കേന്ദ്രങ്ങൾ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാണ്. എൻഫോഴ്സ്മെന്റ് നടപടികളുടെ ഫലമായി കുടിയിറക്കപ്പെടുന്ന വ്യക്തികളെ ഉൾക്കൊള്ളാൻ നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പര്യാപ്തമാണെന്ന് തന്നെ സർക്കാർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ കുവൈറ്റ് അമീറിന്റെ നിർദ്ദേശപ്രകാരം നിലവിൽ ഇനി ആരെങ്കിലും തന്നെ അനധികൃതമായ കെട്ടിടങ്ങളിൽ താമസിക്കുകയാണെങ്കിൽ അവരെ ഉടൻ തന്നെ നാട് കടത്തുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. അൽ മഖഫ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഈ ദുരന്തത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ തന്നെയാണ് കുവൈറ്റ് സർക്കാർ നീക്കം നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ധനസഹായം നൽകുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതുമാത്രമല്ല മരണപ്പെട്ടവരുടെ ബന്ധുക്കളെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം നഷ്ടപരിഹാര പേയ്മെന്റുകൾ പ്രോസസ് ചെയ്യുകയും ഇരകളുടെ ബന്ധപ്പെട്ട എംബസികളിൽ ഇത് എത്തിക്കുകയും ചെയ്യും. കുടുംബങ്ങൾക്കുള്ള ഫണ്ട് വിതരണം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് എംബസികൾ ഉറപ്പാക്കണമെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ കുവൈറ്റിൽ നിന്ന് പുതിയ അപ്ഡേഷൻ തന്നെയാണ് വരുന്നത്. ഇതിൽ തന്നെയാണ് ഇപ്പോൾ അനധികൃതമായ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരെ അവിടെ നിന്ന് നാട് കടത്തുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. നിലവിൽ ഇനിയൊരു ദുരന്തം കുവൈറ്റിന് താങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ സർക്കാർ ഇപ്പോൾ ചില നിയമ നടപടികൾ സ്വീകരിച്ച വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.